ഓവർ ടു യു ടോവി എന്ന് വിളിച്ചോട്ടെ സ്നേഹത്തോടെ അങ്ങനെ വരുന്നുള്ളൂ. സ്നേഹത്തോടെ ആണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും ഒച്ച കേട്ടപ്പോൾ മനസ്സിലാക്കണം ടോവിനോ ഫാൻസിന്റെ ഒരു പവർ. അപ്പോൾ ഓരോ ടോവിനോ ഫാനും ആഗ്രഹിച്ച ഒരു സിനിമയാണെന്ന് ഈ ട്രെയിലറിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, വെടിവെപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഡീപ്പ് റൂട്ടഡ് പെർഫോമൻസ് ആയാലും എനിക്ക് തോന്നുന്നു ടോവിയുടെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് കാണാൻ ഞങ്ങൾ ഫാൻസ് എല്ലാം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റിയും ക്യാരക്ടറെ പറ്റിയും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളുടെ തരംഗ് എന്നുള്ള ഈ ഒരു നിങ്ങളുടെ ടെക്കി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ സീസണിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് us ഹിയർ. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ 3 വർഷമായിട്ട് ഇത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഇനിയും ഗംഭീരമായിട്ട് നിങ്ങൾ തുടർന്ന് നടത്തണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, നമ്മളൊരു ക്യൂബിക്കലിനകത്ത് സ്റ്റക്കായി പോയി ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഞാനും ഈ ടെക്കി ആയിരുന്ന കൂടി എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നമുക്കെല്ലാം ജീവിതത്തിൽ ത്രൂ ഔട്ട് ആ സഹൃദയത്വം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഒരു 15 ദിവസം നിങ്ങൾ മാറ്റിവെച്ച് ആ 15 ദിവസം ഈ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് എല്ലാവർക്കും ഒരു വേദി ഒരുക്കി 100ഓളം കലാപരിപാടികൾ എല്ലാവരും അവതരിപ്പിച്ച് ഒരു വലിയ ആഘോഷമായിട്ട് ഇത് നടത്തുന്ന കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ടെക്കി ലൈഫിൽ നിങ്ങൾക്ക് ഡെഡ് ലൈൻസും വർക്ക് പ്രഷറും ഒക്കെ ഉള്ള സമയത്ത് ഇത് നിങ്ങൾക്ക് ഭയങ്കര റിലീഫാവുമെന്ന് ഞാൻ കരുതുന്നു. ഇത് തുടർന്നും കുറേ കാലങ്ങൾ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഈ സിനിമയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ, ഇതിൻ്റെ പാട്ട് കണ്ടപ്പോഴൊക്കെ ഈ സിനിമ ഏകദേശം ഏത് രീതിയിലുള്ളൊരു സിനിമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഈ സിനിമയിൽ നിന്ന് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുക കഴിയുമെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻസിന് മുകളിൽ എത്തുക എന്നുള്ളതാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹവും അതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയും. അതിനു വേണ്ടിയിട്ടാണ് അവസാനഘട്ട ജോലികളുടെ ഓട്ടങ്ങളിലാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ പ്രമോഷനും നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഫിക്ഷണലായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഞാനിതിനകത്ത് ഉള്ളത്. ഇതങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിൻ്റെ മാത്രം ഒരു ഷോട്ട് ബൈ ഷോട്ട് റീക്രിയേഷൻ അല്ല. ഇതെന്ന് പറയുന്നത് പല ഇൻസിഡൻറ്റുകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കൂടെ ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കുറച്ച് ഫിക്ഷനും ഒക്കെ ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു സിനിമ ആസ്വാദകർക്ക് ആസ്വദിക്കാനാവുന്ന, എന്നാൽ അതേസമയം നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ത്രൂ ഔട്ട് സ്ക്രീനിൽ നിങ്ങളുടെ കണ്ണുകൾ ഗ്ലൂഡാക്കി വെക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി മറന്നു പോകാതെ ഈ സിനിമ ഒരുപക്ഷെ നിങ്ങളെ കുറച്ച് ചിന്തിപ്പിച്ചേക്കാം, ചിലപ്പോൾ ഹോണ്ട് ചെയ്തേക്കാം. അങ്ങനെയുള്ളൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ആശയമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നത്. സിനിമ ഫിക്ഷനാണെങ്കിലും ഇതിനകത്ത് ഞങ്ങളുടെ ആശയം അത് വളരെ റിയലാണ്, വളരെ സത്യസന്ധമായിട്ടുള്ള ഒന്നാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ആശയം, അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ള, മറന്നു പോകരുതാത്തായിട്ടുള്ള ഒരു ആശയമാണ് നമ്മൾ ഈ സിനിമയിൽ സംസാരിക്കുന്നത്. അത് ഈ വരുന്ന മെയ് 16-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുകയും ആസ്വദിക്കുകയും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു സോ മച്ച്. നേരത്തെ ടെക്കി ആയിരുന്ന ഒരു കാലത്തെ പറ്റി പറഞ്ഞില്ലേ, അന്ന് ഈ ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കാൻ ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ 1 വർഷത്തോളം, ഒരു 11 മാസത്തോളമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ കോഗ്നിസന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹലോ അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലമായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. എനിക്ക് എൻ്റെ അനുഭവം അങ്ങനെയാണ്. പക്ഷെ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിട്ട് ആഗ്രഹിച്ചിരുന്നുമില്ല. അങ്ങനെ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല.
അപ്പോൾ സ്കില്ലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ എനിക്ക് എത്താവുന്നതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് നമ്മുടെ എന്താണ്? ഫയർ നമ്മുടെ പാഷനിലേക്ക് ആ ഇതിൽ എനിക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് എത്ര വലുതാവാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ ഫ്യൂച്ചറൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ്ലെസ് ആയിരുന്നു. എനിക്ക് ആ ക്യൂബിക്കിളും ഒരു കമ്പ്യൂട്ടറും ഒരു ഫോണും മാത്രമാണ് തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്ന് എനിക്കത് ഭയങ്കര ഞാൻ അതിനകത്ത് ഭയങ്കര അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, അത്ര ഇതായിരുന്നില്ല, റെസ്റ്റ്ലെസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോഗ്നിസന്റ്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ഞാൻ ടച്ചിലുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും ഇപ്പോഴും കോഗ്നിസന്റിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനും ഒരു ടെക്കി ആയിരുന്നു. ചേട്ടൻ ഇവിടെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വിഷ്വൽ ഐക്യു എന്നായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ പേര്. പിന്നീട് അത് നീൽസൺസ് അക്വയർ ചെയ്തു. അപ്പോൾ ചേട്ടൻ ഒരു 10 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷന് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഞാൻ വരാറുണ്ട്. സിനിമയിൽ കയറുന്നതിന് മുമ്പും അതിന് ശേഷമൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പരിചിതമായിട്ടുള്ള സ്ഥലമാണ് ഇൻഫോ പാർക്ക്. അതാണ് കോർപ്പറേറ്റ് ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ?